ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പൊ എന്റെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയുന്നത്, ഇന്ന് പാത്തുക്കുട്ടൻ വീട്ടിലുണ്ട്. അപ്പൊ പാത്തുവിന് ഭവൻസിലേക്ക് നോൺ വെജ് ഒന്നും കൊടുത്തുവിടാൻ പറ്റില്ല. അപ്പൊ ഇന്ന് പാത്തു ഉള്ളത് കൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ചാളയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്തുവിന് ചാളയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരുന്നത്. ഇതൊന്ന് ഓടിച്ച് കണ്ടോ, ഇതൊക്കെയാണ് എന്റെ ഐറ്റംസ്. നല്ല രസമല്ലേ, ഇത് നല്ല കളർഫുൾ ഐറ്റംസ്. അത് ഞാൻ വാഴരയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് വാഴര വെട്ടി വെച്ചത് ചുമ്മാ നിങ്ങളെ കാണിക്കാനുള്ള ജാടക്കല്ല. ഈ വാഴയിലേക്ക് ഈ ചൂട് സാധനം ആക്കുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ലും ഒരു ഭയങ്കര ഫ്ലേവറും വരും. അതിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പൊ ദേ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരി ചോറ് വിളമ്പാം. നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പുക തന്നെ കാണാൻ പറ്റണ്ട. കണ്ടോ കണ്ടോ, എനിക്ക് ചൂട് ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരി ചോറ് വിളമ്പി ചൂട് ചോറും ചിക്കൻ കറിയും പപ്പടവും കഴിക്കണം. കിടിലൻ കോമ്പിനേഷനാണേ. അപ്പം ഞാനിത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പടം പക്ഷെ കാച്ചില്ല കേട്ടോ. അപ്പം അതെ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഞാൻ ഇങ്ങനെ വരട്ടി എടുത്ത് വെച്ചാണ്. അത് നല്ല ചൂടാണ്, ഞാൻ ഇപ്പം ഉണ്ടാക്കിയുള്ളൂ. അപ്പം ചിക്കൻ കറി വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വിളമ്പണ്ടേ? നമുക്ക് പ്രഭാമ, ഇതൊക്കെ ഞാൻ വെച്ചാണ് കേട്ടോ. ഇത് പ്രഭാമ വെച്ചതാണ്. എൻ്റെ ഫേവറേറ്റ് കൂട്ടാനാണ് കേട്ടോ ഇത്. നിറച്ചും ചക്കക്കുരു ഇട്ടിട്ടുണ്ട് അമ്മ. ചക്കക്കുരു നമുക്കിങ്ങനെ കോരിയെടുക്കാം. ചക്കക്കുരുവും വെള്ളരിക്കയും മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് മഞ്ഞക്കറി. എൻ്റെക്കാൾ കൂടുതൽ ഇതിഷ്ടം എൻ്റെ ബ്രദറിനാണ്. പാവം, അവൻ ഈ വ്ലോഗ് അവിടെ നിന്ന് കാണുന്നുണ്ടാവും. കൊതിച്ചിരിക്കുന്നുണ്ടാവും. അടുത്ത് നമുക്ക് അച്ചിങ്ങ മെഴുക്കുരട്ടി, നല്ല നാടൻ അച്ചിങ്ങ മെഴുക്കുരട്ടിയാണ്. ഭയങ്കര പച്ച കളറുള്ള അച്ചിങ്ങ കേട്ടോ വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം നമുക്ക് തട്ടിയിടാം കുറച്ച്. അപ്പം അച്ചിങ്ങ മെഴുക്കുരട്ടിയും വിളമ്പിയിട്ടുണ്ട്. ഇനി എന്ത് വിളമ്പും? നമുക്ക് ചെറുപയർ, പ്രോട്ടീൻ കേട്ടോ. ചെറുപയറുണ്ട്. അത് രതീഷേട്ടന് ഇഷ്ടമുള്ള പോലെ കുറച്ച് കുഴച്ചുണ്ടാക്കിയേക്കാണേ. കുറച്ചെടുത്താൽ മതി. എനിക്ക് ചെറുപയറൊക്കെ കഴിക്കണ ഒരു ഇത്തിരി തൈര് വേണേ. ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സെറ്റിലെ ഭാഗങ്ങളൊക്കെ വിളമ്പി. ഇനി നമ്മുടെ സ്പെഷ്യൽ ചാള ഫ്രൈ. ചാള ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു പൂച്ച പൊങ്ങി വരും. സാധാരണ പൊങ്ങി വരേണ്ടതാണ്. അപ്പോൾ ചാള ഫ്രൈ നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ആഹാ, എൻ്റെ ചാളക്കുട്ടന്മാർ ചാള ഫ്രൈ. ഇനി ലാസ്റ്റ് വൺ. ഇത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് രതീഷേട്ടൻ്റെ അമ്മ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാനങ്ങ് തട്ടിക്കൂട്ടിയിട്ടാണ്. ചാളയും കപ്പയും ചാളയും. ഇതേ ഉണ്ട്, കുറച്ച് ഉടഞ്ഞ വേസ്റ്റ്. ഇത് ഇളക്കാനൊന്നും പാടില്ല അധികം. പക്ഷേ നല്ല സ്മെല്ലാണേ. നമുക്ക് കുറച്ച് കപ്പയും ചാളയും കൂടെ സൈഡിൽ വിളമ്പി കൊടുക്കാം. അപ്പം എൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ് ഒന്ന് നോക്കൂ. പിന്നെ ആരാ വിളിച്ചത്? അപ്പം എൻ്റെ പ്ലേറ്റ് കിടലായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാലോ. അപ്പം ഇന്ന് പാത്തുകൊട്ടനാണ് സ്റ്റാർ. ഓ, ഞാൻ തനിക്ക് തരാം, ഞാൻ വാരി തരാം. ഏതാ ഫസ്റ്റ് വേണ്ടേ? ചിക്കനുണ്ട്, കപ്പയുണ്ട്. ചിക്കൻ മതിയോ? അപ്പം ചിക്കനും അച്ചിങ്ങപ്പേരിയും കൂട്ടിയിട്ടാണ് ഫസ്റ്റ് പാത്തുകൊട്ടന് ചോറ് കൊടുക്കാൻ പോണത്. ആഹാ, നല്ല വെന്ത ചോറ്. അത് നല്ല ചൂട് ചോറ്. ഇച്ചിരി അച്ചിങ്ങൊക്കെ കൂട്ടണോ? പച്ച കളർ കഴിച്ചാൽ ഒന്നും വരില്ല. ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ അല്ലേ? ഓറഞ്ച് കളർ കഴിക്കാം. എന്നാലും ഞാൻ പത്തൊന്ന് സ്കൂളിലേക്ക് എന്തൊക്കെയാ വെച്ചെടുത്തെന്നറിയോ? അവിയല്, ക്യാബേജ് ഉപ്പേരി, വെണ്ടയ്ക്ക ഉപ്പേരി അല്ലേ എണ്ണ, ചോറ്, തൈര്, കടുമാങ്ങ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, സ്കൂളിലെ ലഞ്ച് ബോക്സ് ഒന്ന് ഞെട്ടിപ്പോയി, എന്തോരം കറികളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പൊന്നിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ചിക്കൻ കറിയൊക്കെ സൂപ്പർ കേട്ടോ. തീർന്നോ? ഇതൊന്ന് ട്രൈ നോക്കൂ. സൂപ്പർ. കപ്പയും ചാളയും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. ടേസ്റ്റാണ് ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ എൻ്റെതായ ഒരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചുണ്ടാക്കിയതാണേ. ഒരു ലക്ഷം മീമി വെച്ച് തരട്ടെ. മീമിയും ചിക്കനും കൂട്ടിയ ഊണാട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ ചാളയൊക്കെ ഉണ്ട് ശരിക്കും കപ്പയിലേക്ക് ഉടഞ്ഞു ചേർന്നിട്ട് കപ്പ മുഴുവൻ അതിൻ്റെ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. എല്ലാവരും മേടിച്ച് ഊണ് കഴിക്കാൻ. മറ്റേ
മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ. ബൈ